മനുഷ്യൻ ഇന്നുവരെ കാലുകുത്താത്ത ഇടങ്ങൾ. ആമസോണിൽ മനുഷ്യൻ ഇന്നുവരെ കാലുകുത്താത്ത സ്ഥലങ്ങളുണ്ടോ? ആദ്യം തന്നെ ഉത്തരം പറയാം. ഈ ചോദ്യത്തിന് ശാസ്ത്രം ഉണ്ട് എന്നും ഇല്ല എന്നും ഒരുപോലെ ഉത്തരം പറയുന്നില്ല. കാരണം ഭൂമിയിലെ ഒരു സ്ഥലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും എത്തിയിട്ടില്ല എന്ന് തെളിയിക്കാൻ ഇന്നത്തെ ശാസ്ത്രത്തിന് കഴിയില്ല. പക്ഷെ അതേസമയം ആധുനിക ശാസ്ത്രജ്ഞരോ പര്യവേക്ഷകരോ ഇതുവരെ നേരിട്ട് പഠിക്കാത്ത മനുഷ്യ സാന്നിധ്യം അതീവ അപൂർവമായ വനപ്രദേശങ്ങൾ ആമസോണിലുണ്ട്. അതാണ് യഥാർത്ഥ വസ്തുത. എന്നാൽ ആമസോണിന്റെ ഏറ്റവും വലിയ രഹസ്യം അതുപോലുമല്ല. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഒരു കാട് വളരാൻ ഏറ്റവും അത്യാവശ്യം എന്താണ് വേണ്ടത്? മിക്കവരും പറയും നല്ല മണ്ണ്. പക്ഷേ ആമസോണിൽ അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ആമസോണിലെ വിശാലമായ പ്രദേശങ്ങളിലെ മണ്ണ് പോഷക സമ്പുഷ്ടമല്ല. പല സ്ഥലങ്ങളിലും അത് അതിശയകരമായി ദരിദ്രമാണ്. എന്നിട്ടും ഭൂമിയിലെ ഏറ്റവും വലിയ മഴക്കാട് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെയാണ് അത് സാധിക്കുന്നത്? കാരണം ആമസോണിന്റെ യഥാർത്ഥ സമ്പത്ത് മണ്ണിലല്ല, ജീവനുള്ള പുനരുപയോഗ സംവിധാനത്തിലാണ്. ഒരു ഇല താഴെ വീണാൽ ഫംഗസുകളും ബാക്ടീരിയകളും മറ്റു സൂക്ഷ്മജീവികളും മണിക്കൂറുകളും ദിവസങ്ങളും കൊണ്ട് അതിനെ വിഘടിപ്പിക്കുന്നു. പുറത്തു വന്ന പോഷകങ്ങൾ അധിക നേരം മണ്ണിൽ കിടക്കില്ല. മരങ്ങളുടെ വേരുകൾ അവയെ അതിവേഗം വീണ്ടും ആഗിരണം ചെയ്യും. അതായത് ആമസോണിലെ മരങ്ങൾ ജീവിക്കുന്നത് മണ്ണിൽ സൂക്ഷിച്ചിരിക്കുന്ന സമ്പത്തിലല്ല, തുടർച്ചയായി പുനരുപയോഗിക്കപ്പെടുന്ന പോഷക ചക്രത്തിലാണ്. ഇനി മറ്റൊരു കൗതുകകരമായ കാര്യം, ഓരോ വർഷവും ആമസോണിൽ നിന്ന് പുതിയ ജീവിവർഗങ്ങൾ കണ്ടെത്തപ്പെടുന്നു. ചിലത് പുതിയ തവളകൾ, ചിലപ്പോ പുതിയ മത്സ്യങ്ങൾ, അതുപോലെ പുതിയ പ്രാണികൾ, പുതിയ സസ്യങ്ങൾ. അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പഠിക്കപ്പെട്ട വനങ്ങളിൽ ഒന്നായിട്ടും ആമസോൺ ഇന്നും ശാസ്ത്രത്തിന് പുതിയ കണ്ടെത്തലുകൾ സമ്മാനിക്കുകയാണ്. ഇനി മറ്റൊരു സത്യം, ആമസോണിൽ പുറം ലോകവുമായി ബന്ധപ്പെടാതെ ജീവിക്കുന്ന ചില ആദിവാസി സമൂഹങ്ങൾ ഇന്നുമുണ്ട്. അവരുടെ താമസ സ്ഥലങ്ങൾ അധികൃതർ പരസ്യമാക്കാറില്ല. അവരെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടല്ല, മറിച്ച് അവരെ സംരക്ഷിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. പുറത്തു നിന്നുള്ള സാധാരണ വൈറസുകൾ പോലും അവർക്ക് മാരകമായേക്കാം. അതുകൊണ്ട് ശാസ്ത്രജ്ഞരും സർക്കാരുകളും പല പ്രദേശങ്ങളിലും മനഃപൂർവ്വം അകലം പാലിക്കുന്നു. ഇത് പര്യവേക്ഷണത്തിന്റെ പരാജയമല്ല, സംരക്ഷണത്തിന്റെ വിജയമാണ്. അപ്പോൾ ആമസോണിൽ മനുഷ്യൻ കാലുകുത്താത്ത ഇടങ്ങളുണ്ട് എന്ന വാചകം കേൾക്കുമ്പോൾ അതിനെ ഒരു ദുരൂഹ കഥയൊന്നും കാണേണ്ടതില്ല. അതിനെ ഇങ്ങനെ പറയുന്നതാണ് കൂടുതൽ കൃത്യം. ആമസോണിൽ മനുഷ്യൻ ഇതുവരെ പൂർണ്ണമായി മനസ്സിലാക്കാത്ത ആവാസ വ്യവസ്ഥകളുണ്ട്. ഓരോ വർഷവും പുതിയ ജീവിവർഗങ്ങളെ കണ്ടെത്തുന്ന ഒരു വനത്തെക്കുറിച്ച് നമ്മൾക്ക് എല്ലാം അറിയാമെന്ന് ഒരിക്കലും പറയാനാകില്ല. ഒരുപക്ഷെ ആമസോൺ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠവും അതുതന്നെയാണ്. പ്രകൃതിയുടെ മഹത്വം അതിൽ എത്ര മരങ്ങളുണ്ട് എന്നതിലല്ല, നമുക്ക് ഇനിയും എത്ര കാര്യങ്ങൾ അറിയാനുണ്ട് എന്നതിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രസകരമായ വീഡിയോസ് കാണുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്